ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മല്ലിത്തഴ ചട്നി തയ്യാറാക്കാം. ഒരു കടായിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായത് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 10-15 ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോൾ 3 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ 2 പിടി മല്ലിത്തഴ ചേർത്ത് കൊടുക്കാം. തണ്ടോട് കൂടി തന്നെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ചുരുണ്ട് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കാം. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ തേങ്ങയുടെ പച്ചമണമൊന്ന് മാറിക്കിട്ടും. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി ഒന്ന് ആറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാകത്തിന് ഉപ്പും ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഇതിനൊരു താളിപ്പ് തയ്യാറാക്കാനായി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതും 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് മൂപ്പിച്ചെടുത്ത ശേഷം അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മല്ലിത്തഴ ചട്നി തയ്യാർ. ഈ ചട്നി ഇഡ്ഡലി ദോശയ്ക്ക് മാത്രമല്ല ചപ്പാത്തിക്ക് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.